നിന്ന് പ്രതികരിക്കാൻ ഓണത്തമില്ലാത്തൊരു യുവത്വവിടെയുണ്ട്. മയക്കുമരുന്നും മദ്യപാനത്തിനും അടിമപ്പെട്ട് ഓവചാലിലേക്ക് മുഖം കുത്തി വീണ് സ്വന്തമായി 4 അക്ഷരം ഉരിയാടാൻ നാവിന് ശേഷിയില്ലാത്ത ഒരു സമൂഹം വളരുന്നുണ്ട്. എന്ത് ചെയ്യാൻ കഴിഞ്ഞു ക്ഷേത്ര കമ്മിറ്റിക്ക്? എന്ത് ചെയ്യാൻ കഴിഞ്ഞു പള്ളി കമ്മിറ്റിക്ക്? എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇവിടുത്തെ ചർച്ച മേധാവികൾക്ക്? എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എവിടെയോ ഒരു തകരാറ്, എവിടെയോ ഒരു പോരായ്മ അതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ മുസ്ലിങ്ങളല്ല, മുജാഹിദുകളെ, ഞങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടനയുണ്ട്. ഒരു കടലമണിയുടെ വലുപ്പത്തിൽ പൊതുമുതലിന് കല്ലെറിയാത്ത, ഗരാവോ ചെയ്യാത്ത, റോഡ് ബ്ലോക്ക് ചെയ്യാത്ത, നബിദിന റാലി ഇല്ലാത്ത, പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താത്ത, സമരങ്ങളില്ലാത്ത, മനുഷ്യരെ ഉപദ്രവിക്കാത്ത ഒരു പ്രസ്ഥാനം. അതാ ശരിക്കുള്ള മതം. ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ പറ്റി പറയട്ടെ. ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക്. റോഡ് എന്തിനാ? ഹൈവേ എന്തിനാ? വാഹനം ഓടിച്ചു പോകാനല്ലേ ആളുകൾക്ക്? ഇന്നെന്താ സ്ഥിതി? ഇന്ന് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഘോഷയാത്ര നടക്കുക എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. റോട്ടിലായിരിക്കും ഫുള്ളായിട്ട് ഒരു വണ്ടി വന്ന് കുറച്ച് മുന്നോട്ടെങ്കിൽ നിർത്തിപ്പോയി. ഉടനെ കമ്മിറ്റിക്കാർ ചോദിക്കണം, കണ്ണില്ലടാ ദേശന്റെ മോനെ, ഇവിടെ ഉത്സവം നടക്കുന്നുണ്ടല്ലേ, അതുപോലെ ഇവിടെ ഭീമാപള്ളിയിൽ നേർച്ച നടക്കുന്നുണ്ടല്ലേ. ശരിക്കും എന്താ ചോദിക്കേണ്ടത്? ഡ്രൈവർ നിർത്തിയിട്ട് ഓനോടാ ചോദിക്കേണ്ടത്, കണ്ണില്ലടോ റോഡ് ആളുകൾക്ക് യാത്ര പോകാനുള്ള, എനിക്ക് ഉത്സവം നടത്താനുള്ളതല്ല എന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, റോട്ടിലൊന്നും ഇറങ്ങിയോണ്ട് മനുഷ്യൻ നന്നാവൂല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മുസ്ലിങ്ങൾ നേർച്ച നടത്താറുണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ, നിങ്ങൾ കാണില്ലല്ലോ. മുസ്ലിം തെയ്യം വരെ നടക്കുന്ന നാടല്ലേ ഇത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ 10 കുട്ടികൾ കള്ളുകൂടി എന്നേക്കായിട്ട് നിർത്തി നിങ്ങൾക്ക് ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞപ്പോ? ഈ ഘോഷയാത്രകൾ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 10 ആൾ ഇനി ഒരിക്കലും പെൺകുട്ടികൾ ഉപദ്രവിക്കൂല, പാവപ്പെട്ടവരായി എന്തുകൊണ്ടുണ്ടായില്ല? സത്യത്തിൽ ഗാനമേളന്റെ സ്ത്രീകളുണ്ടാവും, കുട്ടികളുണ്ടാവും. നല്ലൊരു ഉത്ബോധനം കേൾക്കാൻ അതില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഇതിനെ ആലോചിച്ചോ, ഇതിന്റെ 100 ഇരട്ടി ആളുണ്ടാവും ഒരുപക്ഷെ നാളത്തെ ഗാനമേളക്ക്. ഉറപ്പല്ലേ? എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ? ശരിക്കും ആലോചിച്ചോളി. എന്തെങ്കിലും അതുകൊണ്ട് ഒരാളുടെ മദ്യപാനം നിന്നോ, ഒരാളുടെ വ്യഭിചാരം നിന്നോ, ഒരാൾ അമ്മയോട് മോശമായി പെരുമാറി ഇല്ലാണ്ടായോ? യേശുദാസ് ലോക അറിയപ്പെട്ട ഗായകനല്ലേ. യേശുദാസ് എന്താ കഴിഞ്ഞ മാസം പറഞ്ഞത്? എന്റെ ഗാനം കൊണ്ട് ലോകത്തെ നന്നാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കണ്ണുണ്ടായിട്ട് കണ്ണില്ലാത്തവനെ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ തീർത്ഥാടനം പോവാണ്. എന്റെ ഭാര്യയും കുട്ടികളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതൊന്നും മനുഷ്യനെ മോചിപ്പിക്കില്ല. നേരെ മറിച്ച് നിങ്ങളൊക്കെ കണ്ടോ, കാതുകൂർപ്പിച്ച് മഴ പെയ്തപ്പോഴും നിങ്ങൾ നിന്ന നിപ്പ് കണ്ടോ? എന്തുകൊണ്ടാ? ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമുക്ക് മാറ്റം ഉണ്ടാവും, നമ്മളത് കേട്ടാൽ നന്നാവും. അതല്ലേ? അല്ലാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട ഹൈന്ദവരെ? നിങ്ങളാരും എന്നെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാനിത് അവിടെ പടാർകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിരുന്നു. ഞാൻ ഈ കാര്യമൂല നിങ്ങളുടെ തൊട്ടടുത്ത് ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായോ എന്ന് എനിക്ക് സംശയം. ഏതോ ആവട്ടെ, ഞാൻ പറയുന്നത് ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് ഇന്നിങ്ങനെ തീരുമാനിക്കാൻ കഴിയും. നമ്മളുടെ വാദ്യോപകരണങ്ങൾക്കപ്പുറത്ത്, സംഗീതങ്ങൾക്കപ്പുറത്ത്, ഗാനമേളകൾക്കപ്പുറത്ത് ഇതുപോലെ സമ്മേളന ആളുകളെ വിളിച്ചു വരുത്തി പ്രത്യേകിച്ച് നോട്ടീസ് അടിച്ച് വലിയ കസേരയിട്ട് വമ്പിച്ച സൗണ്ട് സിസ്റ്റം വെച്ച് എല്ലാ മതാചാര്യന്മാരെ കൊണ്ടും യഥാർത്ഥ മതം ജനങ്ങളെ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടാക്കാൻ. എങ്കിലും ഇവിടുത്തെ എല്ലാ കലാപവും ഇല്ലാതാവും, എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും. ഇത് വളരെ പ്രധാനമായി നോട്ട് ചെയ്യണം. പിന്നെയോ, മാതാപിതാക്കൾ ഒരിക്കലും ഉപദ്രവിക്കുന്നവർ നമ്മളാകരുത്. നമുക്ക് ജന്മം നൽകി, നമ്മളെ വളർത്തി, നമ്മെ ആറ്റുനോട്ടി കണ്ണിലെണ്ണ ഒഴിച്ച അമ്മ നാളെ നമ്മളെ കൊണ്ട് കഷ്ടപ്പെടാൻ പാടില്ല. മോനെ എന്ന് അമ്മ വിളിക്കുമ്പോ തള്ളേ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അമ്മയെ ചാടി ചവിട്ടി കൊല്ലുന്ന ഒരു മക്കൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനെന്താ വഴി? യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങണം. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം വബിൽ വാലിദൈനി ഇഹ്സാനാ നോക്കൂ, 36-ാമത്തെ വചനമാണ്. മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. വീണ്ടും വബിൽ വാലിദൈനി ഇഹ്സാനാ, ഖുർആനിലെ 6-ാം അധ്യായം 151. വീണ്ടും ഖുർആൻ പറയാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. വാർദ്ധക്യത്തിലെത്തിയ അമ്മയോട്, വാർദ്ധക്യത്തിലെത്തിയ അച്ഛനോട്, ബാപ്പയോട്, ഉമ്മയോട് ചേർന്ന് പോലും പറയല്ലേ മക്കളെ, ചേർന്ന് പറയല്ലേ. അച്ഛനെ വെറുക്കല്ലേ, അമ്മയെ വെറുക്കല്ലേ. അവരെ സംരക്ഷിക്കുന്നതാണ് ജിഹാദ്. പ്രവാചകന്റെ അടുത്ത് വന്നിട്ടൊരു അനുയായി ചോദിച്ചു, ഞാൻ സായുധ ജിഹാദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ആയുധമേന്തി. പ്രവാചകന്റെ ഉടനെ ചോദ്യം, നിന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിട്ടുണ്ടോ? അവർ വലിയ വാർദ്ധക്യത്തില, അവർക്ക് ഞാനല്ലാതെ ആരുമില്ല. പ്രവാചകൻ പറഞ്ഞെന്തറിയോ? എങ്കിൽ ആയുധം വലിച്ചെറി. നിന്റെ അച്ഛനെയും അമ്മയെയും നോക്കലാണ് ജിഹാദ്. നിന്റെ അമ്മയെയും അച്ഛനെയും നോക്കലാ ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അച്ഛനെ അമ്മനെയും പണ്ടത്തെ കുത്തലല്ല, അമ്മനെ അച്ഛനെയും സംരക്ഷിക്കൽ. ജിഹാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ത്യാഗം എന്നാണ്. അതായത് ഒരാൾക്ക് 5 പെൺകുട്ടി ഉണ്ടായി, ആ 5 പെൺകുട്ടികളെ നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച് നല്ല സംസ്കാരം കൊടുക്കുന്ന ഒരു അച്ഛനെങ്കിൽ അയാൾ ജിഹാദിലാണ്. കാരണം ഇതൊരു അറബി പദമാണ്.
ത്യാഗം ചെയ്തു അയാൾ എന്ന് പറഞ്ഞാൽ അയാൾ ജിഹാദ് ചെയ്തു എന്നാണ്. വേറൊരു അർത്ഥം അതിനില്ല. യുദ്ധം എന്ന് ജിഹാദിന് അർത്ഥമല്ല. ഖിത്താൽ എന്ന അറബിയിൽ യുദ്ധത്തിന് പറയാം. ഖിത്താൽ നിങ്ങൾ നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട്ടിൽ 13 കൊല്ലം തിരിച്ചടിച്ചില്ല. ഒരേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുള്ളൂ, വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുന അല്ലാഹ്. ഒറ്റ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂന്നേ മുഹമ്മദ് നബി അവരോട് പറഞ്ഞിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അദ്ദേഹത്തെ തല്ലി നാട്ടിയോടിച്ചു, ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചു, സുമയ്യ ബീവിയെ ഗുഹ്യസ്ഥാനത്ത് കമ്പെറിഞ്ഞു കൊന്നു, ഒരുപാട് ആളുകളെ പീഡിപ്പിച്ചു. എന്നിട്ടൊന്നും പ്രവാചകൻ തിരിച്ചടിച്ചില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ, ഒരു നാട്ടിൽ ശ്രീരാമ രക്ഷിക്കണേന്ന് പറയണമെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വേട്ടയാടുകയാണെങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവില്ലേ? എന്നാൽ മക്കയിൽ 13 കൊല്ലം മുഹമ്മദ് നബി അവർ ആക്രമിച്ചിട്ടും അദ്ദേഹം തിരിച്ചടിച്ചില്ല, ക്ഷമിച്ചു. ഇനി പറ, 13 കൊല്ലം കഴിഞ്ഞിട്ട് 400 കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് അവർ നാടും വീടും കുടുംബമൊക്കെ വിട്ട് നാട് വിട്ടു പോയി. അവിടെ ചെന്നിട്ടും മക്കക്കാര് 400 കിലോമീറ്റർ ചെന്നിട്ട് അവരെ തല്ലിയ അവർ തിരിച്ചടിക്കണ്ടേ? അത്ര ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇങ്ങനെ കേട്ടോ, ഷേബ് അബി താലിബ് മല എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്, ഇപ്പോഴും പരിശുദ്ധ കാബയുടെ തൊട്ടടുത്ത് വലിയൊരു പർവ്വത, കരിങ്കല്ലിന്റെ പർവ്വതം. അതിന്റെ മുകളിൽ പ്രവാചകനെയും അനുയായികളെയും 3 കൊല്ലം ഗരാവോ ചെയ്തു. എന്നിട്ട് ഖുറൈശികൾ ഈ പിഞ്ചു പൈതങ്ങൾ വരെ പൊട്ടിക്കരഞ്ഞു. അവരുടെ കരച്ചിൽ കെട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചു. ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അങ്ങനെ 3 കൊല്ലം പട്ടിണിക്കിട്ട ഈ സമൂഹം അവർ പിന്നീട് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞു പ്രവാചകൻ മദീനയിലെ ഭരണാധികാരിയായപ്പോ. എന്നിട്ട് പ്രവാചകൻ കരയുക അവരെ കുറിച്ച് ഓർത്തിട്ട്. എന്നിട്ട് അനുയായികൾ ചോദിച്ചു, നിങ്ങളെന്തിനാ അവരെ കുറിച്ച് കരയണേ? അവര് നിങ്ങളെ പീഡിപ്പിച്ചവരല്ലേ? അല്ല, അവരെന്റെ കുടുംബക്കാരാണ്, വേണ്ടപ്പെട്ടവരാണ്. അവർ തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരോട് പ്രതിക്രിയ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, നബിയെ കൊന്നവരെയും നാടുകടത്തിയവരെയും വിനയാന്വിതമായി സ്വീകരിക്കാൻ, എല്ലാരെയും വിട്ടുവീഴ്ച. നബിയെ കൊല്ലാൻ വന്നവനോട് പോലും മാപ്പ്. നബിയുടെ കണ്ടത്തിൽ കത്തി വാള് കുത്തിവെച്ചിട്ട് ആര് രക്ഷിക്കുന്നു ചോദിച്ചു. അല്ലാഹ് എന്ന് പറഞ്ഞു. ആ വാള് താഴെ വീണപ്പോ അയാളോട് ചോദിച്ചു പ്രവാചകൻ, നിന്നെ ആരാ രക്ഷിക്കുക? മുഹമ്മദ് നീ വിടണം. മുഹമ്മദ് നബി അദ്ദേഹത്തെ വിട്ടയച്ചു. നമ്മുടെ വെള്ളത്തോട് നാരായണ മേനോൻ ഈ സംഭവം ഉദ്ധരിച്ചിട്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞ കവിത എഴുതി. പ്രവാചകന്റെ വിട്ടുവീഴ്ച അതായിരുന്നു. ആർക്ക് നേരെയും അയൽവാസികളോട് നല്ല മാന്യമായി, എന്നും ഉപദ്രവിച്ചവരോട് മാന്യമായി നിങ്ങൾ ആ പ്രവാചകനെ പഠിക്കണം. എന്തിനാണെന്നറിയോ? നമ്മൾ തമ്മിലുള്ള അകലം കുറയും. പരസ്പരം മനസ്സിലാക്കണം. പ്രവാചകൻ പഠിപ്പിച്ച ഒന്നും ലോകത്തിനെതിരല്ല. 5 നേരം പല്ല് തേക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. മുടി വെട്ടാനും ചീകി ഒതുക്കാനും പറഞ്ഞു. മീശ വെട്ടി ഒതുക്കാനും താടി നീട്ടാനും പറഞ്ഞു. ഡ്രസ്സ് നരിയാണയുടെ താഴെ പോകരുത് പുരുഷന്റെ എന്ന് പറഞ്ഞു. സ്ത്രീ അവളുടെ സൗന്ദര്യം എല്ലാവർക്കും കാണിക്കേണ്ട ഒന്നല്ല, അത് അവളുടെ മഹാനിധിയാണ്. ഭർത്താവിന്റെ മുമ്പിലല്ലാതെ സമർപ്പിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞു. എവിടെയാണ് കുഴപ്പം? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണരുത് എന്ന് ഇസ്ലാം പറഞ്ഞു. നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരുമായി നീ എഗ്രിമെന്റ് ഉണ്ടാക്കണം. 5 മണിവരെ ജോലി, 350, 450, 550 കൂലി എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് അവൻ ജോലി ചെയ്ത് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം. അന്ന് കമ്മ്യൂണിസം ഇല്ല. കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ അവന് കൂലി കൂട്ടി കൊടുക്കണം. തീർന്നില്ല, ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടി കൊടുക്കണം. ഭാരിച്ച ജോലി നീ അവനെ ഏൽപ്പിച്ചാൽ നീ അവനെ സഹായിക്കണം. നിന്റെ കീഴിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവനെ നിന്റെ കൈകൊണ്ട് ഒരുള്ള ഭക്ഷണം അവന്റെ വായിൽ വെച്ച് കൊടുക്കണം. നിന്റെ ഡൈനിങ് ടേബിളിലെത്തി അവനെ ഭക്ഷണം കഴിപ്പിക്കണം. നീ ധരിച്ച പോലെയുള്ള വസ്ത്രം ധരിപ്പിക്കണം. ഇതിനേക്കാൾ മൂല്യവത്തായി ഇനി പ്രവാചകൻ എന്ത് പഠിപ്പിക്കണം ലോകത്തെ? പ്രവാചകൻ പഠിപ്പിച്ചു അത്. പട്ടിണി കിടക്ക് ചോദിച്ചു വരുന്നവനെ മടക്കി അയക്കരുതെന്ന് കണിശമായി പഠിപ്പിച്ച. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്ത് ചോദിച്ചാലും അത്യാവശ്യം മനസ്സഴിഞ്ഞ് കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഇതുകൊണ്ടാണ്. നിങ്ങൾ ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുതെന്നാണ്. ഞാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടും വളരെ ഗൗരവമായി പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് ഇതാണ്. നമ്മൾ മതത്തെ പഠിക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നമുക്കൊക്കെ ഒരു മരണമുണ്ടല്ലോ. ആ മരണം വന്നാൽ നമ്മൾ ചെയ്ത നന്മ തിന്മകൾ ഒന്ന് കണക്കാക്കി നോക്ക്. ദൈവത്തിന്റെ ചോദ്യമാണ്. അല്ല, മനുഷ്യരെ പന്നിയും കാളയും പോത്തും പശുവും നായയും പോലെ ഈ മണ്ണിൽ ചത്തു വീഴും നിങ്ങൾ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്നും ദൈവസന്നിധിയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് ഖുർആനിലെ 23-ലെ 115 ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിന്റെ 2000 ചില്ലാനം മലയത്തെ നിങ്ങൾ മുഖവിലക്കെടുക്കണം. മനുഷ്യരെ എന്ന് വിളിച്ച ഖുർആൻ, സ്ത്രീ വിമോചനം പഠിപ്പിച്ച ഖുർആൻ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടരുതേ എന്ന് പഠിപ്പിച്ച ഖുർആൻ, അന്യമതക്കാരനോട് മാന്യമായി പെരുമാറണേ എന്ന് പഠിപ്പിച്ച ഖുർആൻ, മനുഷ്യരോട് പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കണേ
ഖുർആൻ മദ്യപിക്കരുതേ, പലിശ കൊടുക്കരുതേ, മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ, അനാരോഗ്യകരമായ ഭക്ഷണം